नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 77. ദന്തവക്രൻ, വിദൂരഥൻ, രോമഹർഷണൻ എന്നിവരുടെ വധം. പേജ് നമ്പർ 752. നൈമിഷാരണ്യം എന്ന പുണ്യസ്ഥലം ഇന്നും ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. അക്കാലത്ത് ആത്മസാക്ഷാത്കാരത്തെയും ആധ്യാത്മിക ജീവിതത്തെയും കുറിച്ചു മനസ്സിലാക്കാൻ വേണ്ടി മഹർഷിമാർക്കും പുണ്യാത്മാക്കൾക്കും സമ്മേളിക്കാനുള്ള സ്ഥലമായിരുന്നു ഇത്. ബലരാമൻ അവിടം സന്ദർശിക്കുമ്പോൾ അതീന്ദ്രിയവാദികളുടെ സമ്മേളനത്തിൻ്റെ ഭാഗമായി അവിടെ ഒരു മഹായോഗം നടന്നുവരികയായിരുന്നു. ഇത്തരം സമ്മേളനം ആയിരക്കണക്കിനു വർഷങ്ങൾ നീണ്ടുനിൽക്കുന്ന രീതിയിലാണ് ആസൂത്രണം ചെയ്തിരുന്നത്. ഭഗവാൻ ബലരാമൻ അവിടെ എത്തിയപ്പോൾ സമ്മേളനത്തിൽ ഭാഗഭാക്കുകളായിരുന്നവരെല്ലാം മഹർഷിമാർ, സന്യാസിമാർ, ബ്രാഹ്മണർ, ജ്ഞാനികളായ പണ്ഡിതന്മാർ തുടങ്ങിയവർ ഇരിപ്പിടങ്ങളിൽ നിന്നെഴുന്നേറ്റ് വലിയ ബഹുമാനാദരങ്ങളോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. ചിലർ അദ്ദേഹത്തെ സാദരം നമസ്കരിച്ചു. പ്രായമായ മഹർഷിമാരും ബ്രാഹ്മണരും അദ്ദേഹത്തിന് എഴുന്നേറ്റ് നിന്ന് അനുഗ്രഹങ്ങൾ അർപ്പിച്ചു. ഈ ഔപചാരികതകൾക്കു ശേഷം ബലരാമന് ഉചിതമായ പീഠം നൽകി അദ്ദേഹത്തെ ഉപവിഷ്ടനാക്കി. അവിടെ സന്നിഹിതരായിരുന്നവരൊക്കെ അദ്ദേഹത്തെ പൂജിച്ചു. സദസ്സിലുണ്ടായിരുന്നവരെല്ലാം ബലരാമന്റെ സാന്നിധ്യത്തിൽ എഴുന്നേറ്റു നിന്നു. എന്തെന്നാൽ അദ്ദേഹം പരമപുരുഷനാണെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. വിദ്യാഭ്യാസം അഥവാ ജ്ഞാനം എന്നു പറഞ്ഞാൽ പരമപുരുഷനെ അറിയുക എന്നർത്ഥം. അതിനാൽ ഭഗവാൻ ബലരാമൻ ഭൂമിയിൽ അവതരിച്ചതു ക്ഷത്രിയനായിട്ടാണെങ്കിലും അദ്ദേഹം ആരെന്നറിയാവുന്നതിനാൽ എല്ലാ ബ്രാഹ്മണരും മഹർഷിമാരും എഴുന്നേറ്റു നിന്നു. പൂജയും ഇരിപ്പിടവുമൊക്കെ നൽകപ്പെട്ടതിനു ശേഷം നിർഭാഗ്യവശാൽ വ്യാസദേവന്റെ, ഭഗവാന്റെ സാഹിതീ അവതാരം, ശിഷ്യനായ രോമഹർഷണൻ അപ്പോഴും വ്യാസാസനത്തിൽ തന്നെ ഉപവിഷ്ടനായിരിക്കുന്നതു ഭഗവാൻ ബലരാമൻ കാണാനിടയായി. അയാൾ ഇരിപ്പിടത്തിൽ നിന്നെഴുന്നേൽക്കുകയോ ഭഗവാനെ ആദരിക്കുകയോ ചെയ്തില്ല. വ്യാസാസനത്തിൽ ഉപവിഷ്ടരായിരിക്കുന്നതിനാൽ താൻ ഭഗവാനേക്കാൾ വലിയവനാണെന്ന് ആ വിഡ്ഢി കരുതി. അതിനാൽ അയാൾ ഇരിപ്പിടത്തിൽ നിന്നിറങ്ങുകയോ ഭഗവാനെ നമസ്കരിക്കുകയോ ചെയ്തില്ല. അപ്പോൾ ഭഗവാൻ ബലരാമൻ രോമഹർഷണന്റെ ചരിത്രത്തെക്കുറിച്ചാലോചിച്ചു. അയാൾ സൂത കുടുംബത്തിലാണു ജനിച്ചത്, അതായത് മിശ്ര കുടുംബത്തിൽ.
ക്ഷത്രിയനു ബ്രാഹ്മണ സ്ത്രീയിൽ ജനിച്ചവൻ. അതിനാൽ ബലരാമനെ ക്ഷത്രിയനെന്നു കണക്കാക്കിയാൽ പോലും രോമഹർഷണൻ ആ ഉന്നത പീഠത്തിൽ തന്നെ ഇരിപ്പു തുടരാൻ പാടില്ലായിരുന്നു. ജന്മനാ അയാൾക്കുള്ള സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രോമഹർഷണൻ ഈ സമുന്നതമായ ഇരിപ്പുനില കൈക്കൊള്ളാൻ പാടില്ലായിരുന്നു എന്നാണു ഭഗവാൻ ബലരാമൻ്റെ കണക്കുകൂട്ടൽ. കാരണം അവിടെ അനേകം ഋഷിമാരും ജ്ഞാനികളായ ബ്രാഹ്മണരും ഹാജരുണ്ടായിരുന്നു. രോമഹർഷണൻ തൻ്റെ പ്രോന്നത പീഠത്തിൽ നിന്ന് ഇറങ്ങി വന്നില്ലെന്നു മാത്രമല്ല, ബലരാമൻ സദസ്സിലേക്കു കടന്നു വന്നപ്പോൾ എഴുന്നേറ്റു നിന്നു ആദരം പ്രകടിപ്പിക്കാൻ പോലും അയാൾ കൂട്ടാക്കിയില്ല. രോമഹർഷണൻ്റെ ധാർഷ്ട്യം ബലരാമനു പിടിച്ചില്ല. അദ്ദേഹം അത്യധികം കോപിക്കുകയും ചെയ്തു. ഒരാൾ വ്യാസാസനത്തിലിരിക്കുമ്പോൾ സദസ്സിലേക്കു കടന്നുവരുന്ന ആരെ കണ്ടാലും സാധാരണ രീതിയിൽ അയാൾ എഴുന്നേറ്റു നിന്നു സ്വീകരിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഇവിടെ തികച്ചും വിഭിന്നമായ അവസ്ഥയായിരുന്നു. എന്തെന്നാൽ ഭഗവാൻ ബലരാമൻ ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല. അതിനാൽ എല്ലാ ബ്രാഹ്മണരും ചേർന്നാണു രോമഹർഷണനെ വ്യാസാസനത്തിലേക്കു തിരഞ്ഞെടുത്തതെങ്കിലും മറ്റു ജ്ഞാനികളായ ബ്രാഹ്മണരെയും ഋഷിമാരെയും പോലെ അയാളും പെരുമാറണമായിരുന്നു. അതുപോലെ ബലരാമൻ പരമപുരുഷനാണെന്നു മനസ്സിലാക്കുകയും വേണമായിരുന്നു. ആദരങ്ങൾക്ക് അദ്ദേഹം എപ്പോഴും അർഹനാണ്. സാധാരണ മനുഷ്യരുടെ കാര്യത്തിൽ ഇത്തരം ആദര പ്രകടനങ്ങൾ ഒഴിവാക്കാനാവുന്നതാണെങ്കിലും ധർമ്മതത്വങ്ങളുടെ പുനഃസ്ഥാപനത്തിനാണ് കൃഷ്ണനും ബലരാമനും അവതരിച്ചിരിക്കുന്നത്. ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മതത്വം പരമപുമാനു കീഴടങ്ങുക എന്നതാണ്. ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ വ്യാപരിക്കുക എന്നതാണ് ധാർമ്മികതയുടെ സർവോന്നതമായ സമ്പൂർണത എന്നു ശ്രീമദ് ഭാഗവതം സ്ഥിരീകരിക്കുന്നുമുണ്ട്. ഹരേ കൃഷ്ണ.